നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. നെടുവത്തൂരിലെ കിണറിടിഞ്ഞുണ്ടായ അപകടം. മരിച്ച അർച്ചനയുടെ മക്കളുടെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കും. ജില്ലാ ശിശുക്ഷേമ സമിതിയെ ചുമതലപ്പെടുത്തി. മത്സ്യം വില കുറച്ച് വിൽക്കുന്നതിലെ പക. യുവാവിനെ വീട് കയറി ആക്രമിച്ചു. ശാസ്താംകോട്ട ഭരണിക്കാവിൽ മത്സ്യവിൽപ്പന നടത്തുന്ന കണ്ണനാണ് മർദ്ദനമേറ്റത്. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. കേരളോത്സവത്തിനിടെ സംഘർഷം. വിദ്യാർത്ഥികളെ മർദ്ദിച്ചതായി പരാതി. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിലാണ് സംഘർഷമുണ്ടായത്. സ്വർണ്ണവിലയിൽ ഒരു ദിവസം 3 തവണത്തെ മാറ്റം. ചൊവ്വാഴ്ച രാവിലെ പവന് വർദ്ധിച്ചത് 2400 രൂപ. മണിക്കൂറുകൾക്കുള്ളിൽ 1200 രൂപയുടെ കുറവ്. വീണ്ടും 960 രൂപ കൂടി. വിശദമായ വാർത്തകളിലേക്ക്. നെടുവത്തൂരിൽ ആത്മഹത്യാ ശ്രമത്തെ തുടർന്നുണ്ടായ കിണർ അപകടത്തിൽ മരിച്ച അർച്ചനയുടെ മക്കളുടെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കും. ജില്ലാ ശിശുക്ഷേമ സമിതിയെ ഇതിനായി ചുമതലപ്പെടുത്തി. 9ലും 6ലും 4ാം ക്ലാസ്സിലുമായി പഠിക്കുന്ന 3 കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള സംരക്ഷണമാണ് സർക്കാർ ഏറ്റെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കിണറിൽ ചാടിയ അർച്ചനയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കൈവരിയിടിഞ്ഞ് അപകടമുണ്ടായത്. അപകടത്തിൽ 3 പേരാണ് മരിച്ചത്. നെടുവത്തൂരിൽ ആത്മഹത്യാ ശ്രമത്തെ തുടർന്നുണ്ടായ കിണറപകടത്തിൽ മരിച്ച അർച്ചനയുടെ മക്കളുടെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കും. ജില്ലാ ശിശുക്ഷേമ സമിതിയെ ഇതിനായി ചുമതലപ്പെടുത്തി. 9ലും 6ലും 4ാം ക്ലാസ്സിലുമായി പഠിക്കുന്ന 3 കുട്ടികളുടെ വിദ്യാഭ്യാസം അടക്കമുള്ള സംരക്ഷണമാണ് സർക്കാർ ഏറ്റെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കിണറ്റിൽ ചാടിയ അർച്ചനയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കൈവരി ഇടിഞ്ഞു വീണ് അപകടമുണ്ടായത്. കൊട്ടാരക്കര ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് അംഗമായ ആറ്റിങ്ങൽ സ്വദേശി സോണി എസ് കുമാർ, കിണറ്റിൽ ചാടിയ നെടുവത്തൂർ സ്വദേശിനി അർച്ചന, യുവതിയുടെ ആൺസുഹൃത്ത് ശിവകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത്. രക്ഷാപ്രവർത്തനത്തിന്റെ കിണറിന്റെ കൈവരി ഇടിഞ്ഞു വീണായിരുന്നു അപകടം. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കേരളോത്സവത്തിനിടെ സംഘർഷം. വിദ്യാർത്ഥികളെ മർദ്ദിച്ചതായി പരാതി. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിലാണ് സംഘർഷമുണ്ടായത്. ഫുട്ബോൾ മത്സരം നടക്കുന്നതിനിടെയാണ് ഇരുവിഭാഗവും ഏറ്റുമുട്ടിയത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ സൗഹൃദ മത്സരമാണത്. ഇത് ഒരു വലിയ അക്രമത്തിലേക്ക് പോകരുത്. എല്ലാവരും ആത്മസംയമനം പാലിക്കണം. കഴിഞ്ഞ ദിവസം നടന്ന മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് തല കേരളോത്സവത്തിലാണ് സംഘർഷമുണ്ടായത്. ഫുട്ബോൾ മത്സരത്തിനിടെയായിരുന്നു സംഘർഷം. ഫൈനൽ മത്സരത്തിൽ വിജയിച്ച ടീമിലെ വിദ്യാർത്ഥികളെ എതിർ ടീമിലെ മുതിർന്ന അംഗങ്ങളായ വടക്കൻ മൈനാഗപ്പള്ളി സ്വദേശികൾ ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിലായിരുന്നു ഫുട്ബോൾ മത്സരം നടന്നത്. മൈനാഗപ്പള്ളി യുണൈറ്റഡ് ഫുട്ബോൾ താരങ്ങളായ സഹിൽ, സഹദ്, തൗഫീഖ് എന്നിവർക്കാണ് അക്രമത്തിൽ പരിക്കേറ്റത്. ആദ്യ കളിയിൽ ആരും വിജയിച്ചിരുന്നില്ല. പിന്നീട് പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ യുണൈറ്റഡ് ക്ലബ്ബ് വിജയിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് എതിർ ടീം അക്രമം അഴിച്ചുവിട്ടു. പരിക്കേറ്റ വിദ്യാർത്ഥികൾ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. തുടർന്ന് പോലീസിൽ പരാതി നൽകി. സംഭവവുമായി ബന്ധപ്പെട്ട് വടക്കൻ മൈനാഗപ്പള്ളി സ്വദേശികളായ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഹരിതചട്ട പാലനത്തിനും ശുചീകരണ പ്രവർത്തനങ്ങൾക്കും മാതാ അമൃതാനന്ദമയി മഠത്തിന് ശുചിത്വ മിഷന്റെ ആദരം. കൊല്ലം ജില്ലാ ശുചിത്വ മിഷൻ പ്രശംസാപത്രം കൈമാറി. അമൃതവർഷം 72ന്റെ ഭാഗമായി ഹരിതചട്ടം മാതൃകാപരമായി നടപ്പാക്കിയതിനും മികച്ച മാലിന്യ നിർമ്മാർജ്ജന ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയതിനുമാണ് ആദരവ്. 3 ലക്ഷത്തോളം ഭക്തരും സന്ദർശകരും പങ്കെടുത്ത ആഘോഷ പരിപാടികൾ പൂർണ്ണമായും കേരള സർക്കാരിന്റെ ഹരിതചട്ട മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് നടത്തിയതിനാണ് ആദരം നൽകിയത്. ദേശീയ ശുചീകരണ ദിനത്തോടനുബന്ധിച്ച് കൊല്ലം ശുചിത്വ മിഷനുമായി സഹകരിച്ച് വിപുലമായ ശുചീകരണ യജ്ഞങ്ങളും മാലിന്യം തരംതിരിക്കൽ, പുനരുപയോഗം തുടങ്ങിയ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചു. ജില്ലാ ശുചിത്വ മിഷൻ ടീം അംഗങ്ങളായ കെ അനിൽകുമാർ, എസ് എ ശ്രുതി, ആർ വിനോദ്, എ ഷാനവാസ്, എൽ ശൈലജ, തൊടിയൂർ രാധാകൃഷ്ണൻ, എസ് ഗണേഷ് എന്നിവർ ചേർന്നാണ് പ്രശംസാപത്രം കൈമാറിയത്.
ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കൊല്ലത്ത് കാഷ്യൂ കോൺക്ലേവ് സംഘടിപ്പിച്ചു. കശുവണ്ടി മേഖലയിലെ വികസനവും നവീകരണവും ലക്ഷ്യമിട്ടാണ് കോൺക്ലേവ് നടത്തിയത്. ജനപ്രതിനിധികൾ, വ്യവസായികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കശുവണ്ടി മേഖലയിലെ വികസനവും നവീകരണവും ലക്ഷ്യമാക്കിയാണ് കാഷ്യൂ കോൺക്ലേവ് സംഘടിപ്പിച്ചത്. കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ നടന്ന കോൺക്ലേവ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. വരുന്ന ശേഷിക്കുന്ന 6 മാസത്തേക്കുള്ള കോൺക്ലേവ് അല്ല, 2031 പറഞ്ഞ 75 വർഷം കേരളം പൂർത്തീകരിക്കാൻ പോകും. അപ്പോൾ ഈ മേഖല എങ്ങനെയായിരിക്കണം? അപ്പൊ ഈ 4.5 വർഷം നിങ്ങൾ ഇതൊന്നും ചർച്ച ചെയ്തില്ലേ എന്ന ചോദ്യം ചോദിക്കാൻ യഥാർത്ഥത്തിൽ ആർക്കും കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ ഗവൺമെന്റ് തുടർച്ചയാണ്. കഴിഞ്ഞ ഗവൺമെന്റ് എടുത്ത കാര്യങ്ങൾ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോയി ലക്ഷ്യം കാണുക എന്നതാണ് ഈ ഗവൺമെന്റിൽ അർപ്പിതമായ ഉത്തരവാദിത്വം എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ വന്നപ്പോൾ ആദ്യം പരിശോധിച്ചൊരു ഭാഗം എങ്ങനെ ഈ മേഖലയിൽ നിന്ന് രക്ഷപ്പെടുന്നു. മന്ത്രി കെ.എൻ. ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു. കശുവണ്ടി വ്യവസായ രംഗത്തെ പ്രതിസന്ധികൾ മറികടക്കാനും തൊഴിൽ സാധ്യതകൾ വിപുലീകരിക്കാനുമായാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചത്. മന്ത്രിമാർ, എംപിമാർ, എംഎൽഎമാർ, വ്യവസായ രംഗത്തെ പ്രമുഖർ, കശുവണ്ടി മേഖലയിലെ സംരംഭകർ തുടങ്ങിയവർ കോൺക്ലേവിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വൈദ്യുതാഘാതമേറ്റ് മരിച്ചു. പുനലൂർ കുരിയാട്ടുമല ഹൈടെക് ഫാമിലെ താൽക്കാലിക ജീവനക്കാരനാണ് വൈദ്യുതാഘാതമേറ്റ് മരിച്ചത്. വെട്ടുത്തിട്ട സ്വദേശി അനീഷാണ് 11 kV വൈദ്യുത ലൈനിന് താഴെ കാട് വെട്ടിത്തെളിക്കുന്നതിനിടെ വൈദ്യുതാഘാതമേറ്റ് മരിച്ചത്. 11 kVയുടെ അടുത്ത് നിന്നിട്ടുള്ള ഒരു പപ്പായ അതിനോട് വീഴാനുള്ള ചാൻസ് കണ്ടുകൊണ്ട് കക്ഷി അത് വെട്ടാനായിട്ട് പോയതാണ്. അപ്പോൾ കൂടെ 2 പേരുണ്ടായിരുന്നു. ഒരു കയറൊക്കെ വെച്ച് അത് വലിച്ച് മാറ്റാമെന്നുള്ള പ്ലാനിൽ നിന്നിരുന്നാന്ന് തോന്നുന്നു. ആ സമയത്ത് പുള്ളി കയറി അത് വെട്ടിക്കളഞ്ഞു. അങ്ങനെ കൂടെയുള്ള ആൾക്കാരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് സംഭവിച്ചത്. പിന്നെ സംഭവിച്ചപ്പോൾ തന്നെ കക്ഷിയെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ICUയിൽ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ പൾസൊന്നും ഉണ്ടായിരുന്നില്ല. ഡോക്ടറുടെ ആവശ്യമുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആൾ മരണപ്പെട്ടു. അതാണ് യഥാർത്ഥം സംഭവിച്ചത്. കുരിയാട്ടുമല ഹൈടെക് ഫാമിലെ താൽക്കാലിക ജീവനക്കാരനാണ് വൈദ്യുതാഘാതമേറ്റ് മരിച്ചത്. ഫാമിൽ കൂടി കടന്നുപോകുന്ന 11 kV വൈദ്യുത ലൈനിന് ചുവട്ടിലെ കാട് വെട്ടുന്നതിനിടെയാണ് വൈദ്യുതാഘാതമേറ്റത്. വെട്ടുത്തിട്ട ചീവോട് നിഷാനിവാസിൽ അനീഷാണ് മരിച്ചത്. 11 kV മുട്ടുന്ന രീതിയിൽ നിൽക്കുന്ന ഓമമരം അത് മുറിച്ച് മാറ്റാമെന്ന് വിചാരിച്ചുകൊണ്ട് കയറ് എടുത്ത് 2 സുഹൃത്തുക്കളെയും വിളിച്ച് കയറിയ സമയത്ത് ഈ ഓമ പതുക്കെ ചരിഞ്ഞ് 11 kV മുട്ടി ഷോക്കടിക്ക് താഴെ. കൂടെ ഉണ്ടായിരുന്നവർ എല്ലാവരും കൂടി എടുത്ത് വണ്ടിക്ക്. അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവർ മാറിയിരിക്കുമായിരുന്നു. അവിടെ ഇച്ചിരി ലോങ്ങിൽ ഇട്ടേക്കുക. കാരണം നമ്മുടെ പേപ്പർ റൂമിലേക്ക് ലൈൻ കൊടുത്തേക്കുക. അത് അവിടെ ഇച്ചിരി താന്നാ കിടക്കുന്നത്. ഉണ്ട് മരങ്ങളൊക്കെ ഇഷ്ടംപോലെ. 11 kV വൈദ്യുത ലൈന് ചുവട്ടിലുള്ള ഓമമരം മുറിക്കുന്നതിനിടെയാണ് വൈദ്യുതാഘാതമേറ്റത്. ഉടൻ തന്നെ പുനലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. അവിടെ എല്ലാ തൊഴിലാളികളെയും സൂപ്രണ്ടിന്റെ അറിവോടുകൂടി ദിവസം ഡ്യൂട്ടിക്ക് വിടുകയും അതനുസരിച്ചുള്ള ജോലികളാണ് ചെയ്യുന്നത്. ഡ്യൂട്ടിക്ക് വിടാതെ സ്വന്തം നിലയ്ക്ക് ഒരാൾക്ക് ഡ്യൂട്ടി ചെയ്യാനും പറ്റത്തില്ല. ഈ രീതിയിലാണ്. പിന്നെ അവിടെ കാട് വളർന്നു നിൽക്കുകയാണ്. ഓമ ചാഞ്ഞിരിക്കുക. ഓമയിലും കണ്ട് പിടിച്ച വഴിക്കാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അല്ല, ലൈൻ കമ്പി ഉയർന്നിരിക്കുക. കാട് കുറെ കയറി. അല്ല, ഈ ലൈൻ പിന്നെ ഇതിന്റെ ക്രോസ് ചെയ്ത് വരിക. പിന്നെ നമ്മുടെ തോട് പിന്നെ 6 ക്രോസ് ചെയ്ത് വരിക. അപ്പോൾ ക്രോസ് ചെയ്ത് വരുന്നതനുസരിച്ച് നമ്മുടെ ഈ ഹൈടെക് ഫാം ഉയരമുണ്ട്. അങ്ങനെ വരുമ്പോൾ കുറച്ച് താഴ്ചയുണ്ട്. മരം ചെറിയ മരങ്ങൾ ഇപ്പോൾ ഉണ്ട്. അത് നമ്മൾ ഇൻഫോം ചെയ്യാതെ അവർ വന്നത് ചെയ്യത്തുമില്ല. ഇപ്പം നമ്മളാണ് ചെയ്യേണ്ടത്. പുനലൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സ്വർണ്ണവിലയിൽ ഒരു ദിവസം 3 തവണത്തെ മാറ്റം. ചൊവ്വാഴ്ച രാവിലെ പവന് 2400 രൂപ വർദ്ധിച്ചത് 1200 രൂപയായി കുറയുകയായിരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ 960 രൂപ കൂടി 94,120 രൂപയായി. അടിക്കടി വിലയിലുണ്ടായ മാറ്റം വ്യാപാരികളിലും ഉപഭോക്താക്കളിലും ആശയക്കുഴപ്പത്തിന് കാരണമായി. പവന് ഒറ്റയടിക്ക് 2400 രൂപ കുതിച്ച് ചൊവ്വാഴ്ച രാവിലെ 94,360 രൂപയിലേക്ക് ഉയർന്ന സ്വർണ്ണവില മണിക്കൂറുകൾക്കുള്ളിൽ മാറിമറിയുകയായിരുന്നു. രാവിലെ 9:30 ഒറ്റയടിക്ക് ഗ്രാമിന് 300 രൂപയും പവന് 2400 രൂപയുമാണ് കൂടിയത്. ഒറ്റ ദിവസം ഇത്രയും വില കൂടുന്നത് ആദ്യമായിരുന്നു. പവൻ 94,000 രൂപയെന്ന നാഴികക്കല്ലും തകർത്ത് 94,360 രൂപയിലെത്തിയ വില ഉച്ചയ്ക്ക് 12:30 1200 രൂപ കുറഞ്ഞ് 93,160 രൂപയായി. രാവിലെ ഗ്രാമിന് 300 രൂപ കൂടി 11,795 രൂപയായ വില 150 രൂപ കുറഞ്ഞ് 11,000
645 രൂപയായി. ചൊവ്വാഴ്ച ഉച്ചയോടെ ഗ്രാമിന് വീണ്ടും വില കൂടി. 120 രൂപ കൂടി 11,765 രൂപയായി. പവന് 960 രൂപ ഉയർന്ന് 94,120 രൂപയുമായി. വില ഇങ്ങനെ ഒറ്റ ദിവസം അടിക്കടി മാറുന്നത് ഉപഭോക്താക്കൾക്കും വ്യാപാരികൾക്കും ഒരുപോലെ ആശയക്കുഴപ്പമാകുന്നുണ്ട്. ഒരു ദിവസം ഇങ്ങനെ 3 തവണ വില മാറിയതും കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിൽ ആദ്യമാണ്. രാജ്യാന്തര വിപണിയിലെ ചാഞ്ചാട്ടമാണ് കേരളത്തിലും പ്രതിഫലിക്കുന്നത്. ഔൺസിന് 140-ലേറെ ഡോളർ മുന്നേറി. ചൊവ്വാഴ്ച രാവിലെ കേരളത്തിൽ സ്വർണ്ണവില നിശ്ചയിക്കുമ്പോൾ 4,168 ഡോളറായിരുന്നു വില. ഇതിനെ അടിസ്ഥാനമാക്കി സംസ്ഥാനത്ത് ചൊവ്വാഴ്ചത്തെ വില നിശ്ചയിച്ച ശേഷമാണ് 4,180 ഡോളർ വരെ ഉയർന്ന ശേഷം രാജ്യാന്തര വില ഇടിഞ്ഞ് 4,122 ഡോളറിലേക്ക് എത്തിയത്. രാജ്യാന്തര തലത്തിൽ വില കത്തിക്കയറിയപ്പോൾ ലാഭമെടുപ്പ് തകൃതിയായതിനാലാണ് പെട്ടെന്ന് വിലയിടിഞ്ഞതെന്നാണ് കരുതപ്പെടുന്നത്. രാജ്യാന്തര വില ഓരോ ഡോളർ ഉയരുമ്പോഴും കേരളത്തിൽ ഗ്രാമിന് ശരാശരി 2 രൂപ കൂടുമെന്നതാണ് കണക്ക്. ഉച്ചയ്ക്കത്തെ വില പ്രകാരം 18 ക്യാരറ്റിന് 100 രൂപ കൂടി 9,730 രൂപയാണ്. വെള്ളിക്ക് വിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 193 രൂപയാണ്. ചില ജ്വല്ലറികളിൽ 18 ക്യാരറ്റിന് വില 9,680 രൂപയാണ്. വെള്ളിക്ക് 190 രൂപയും. ന്യൂസ് ഡെസ്ക് സൗത്ത് വിഷൻ. ശബരിമല വിവാദത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. തഴവ അമ്പലമുക്കിലാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ശബരിമല വിവാദത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. തഴവ അമ്പലമുക്കിലാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. ശബരിമല സംരക്ഷണ പ്രതിജ്ഞയും എടുത്തു. അനുവാദമുള്ള രാജ്യത്തെ മതേതരത്വത്തിന്റെ മകുടോദാഹരണമാണ് വിശ്വപ്രസിദ്ധമായ ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. തഴവ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അമ്പലമുക്കിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്നാണ് പ്രതിഷേധ ജ്വാല നടത്തിയത്. ശബരിമല സംരക്ഷണ പ്രതിജ്ഞയും എടുത്തു. വിശ്വാസ സംരക്ഷണത്തിനായി ജീവിത അവസാനം വരെ നിലകൊള്ളുമെന്ന് ഞാൻ ദൈവനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. മണ്ഡലം പ്രസിഡന്റ് തഴവ ബിജു ഉദ്ഘാടനം ചെയ്തു. MC വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. ഖലീലുദ്ദീൻ പൂയപ്പള്ളിൽ, കൈപ്ലേത്ത് ഗോപാലകൃഷ്ണൻ, മണികണ്ഠൻ, VT അനിൽകുമാർ, ഉണ്ണികൃഷ്ണൻ കുശസ്ഥലി, അനിൽ വാഴപ്പള്ളി, ശശി വൈഷ്ണവം, സലിം ചിറ്റുമൂല, ഷീബ ബിനു, സജിത ബാബു, ബീന സുരേഷ്, മിനി മണികണ്ഠൻ, നിസ തൈക്കൂട്ടത്തിൽ, നിസാർ, രുക്മിണിയമ്മ, ഷിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തഴവ. മത്സ്യം വില കുറച്ച് വിൽക്കുന്നതിലെ പക യുവാവിനെ വീട് കയറി ആക്രമിച്ചു. ശാസ്താംകോട്ട ഭരണിക്കാവിൽ മത്സ്യവിൽപ്പന നടത്തുന്ന കണ്ണനാണ് മർദ്ദനമേറ്റത്. ചൊവ്വാഴ്ച പുലർച്ചെ 4ഓടെയായിരുന്നു സംഭവം. നീണ്ടകരയിൽ നിന്ന് മത്സ്യമെടുക്കാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയായിരുന്ന കണ്ണനെ 2 അംഗ സംഘം ആക്രമിക്കുകയായിരുന്നു. മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച ശേഷമാണ് ആക്രമണം. തടയാൻ ശ്രമിച്ച കണ്ണന്റെ ഭാര്യയ്ക്കും മർദ്ദനമേറ്റു. മത്സ്യം വില കുറച്ച് വിൽക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. യുവാവിനെ വീട്ടിൽ കയറി ആക്രമിക്കുകയായിരുന്നു. ഭരണിക്കാവിൽ മത്സ്യവിൽപ്പന നടത്തുന്ന ശാസ്താംകോട്ട മനക്കര കുഞ്ഞാറ്റക്കൂട് വീട്ടിൽ കണ്ണനാണ് മർദ്ദനമേറ്റത്. ചൊവ്വാഴ്ച പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. നീണ്ടകരയിലേക്ക് മത്സ്യമെടുക്കാൻ വീട്ടിൽ നിന്നിറങ്ങിയായിരുന്ന കണ്ണനെ 2 അംഗ സംഘം ആക്രമിക്കുകയായിരുന്നു. മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച ശേഷമായിരുന്നു ആക്രമണം. തടയാൻ ശ്രമിച്ച കണ്ണന്റെ ഭാര്യയ്ക്കും മർദ്ദനമേറ്റു. ഞാൻ ഇന്ന് രാവിലെ മീനെടുക്കാൻ വേണ്ടി ഞാൻ നീണ്ടകരയിൽ നിന്ന് പോയി മീനെടുത്തുകൊണ്ട് കച്ചവടം ചെയ്യുന്നൊരു വ്യാപാരിയാണ്. രാവിലെ മീനെടുക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഒളിഞ്ഞിരുന്ന 2 പേര്, അതായത് ആദ്യം ഒരാൾ ഒരു കമ്പി, ഒരു ഷോക്കപ്സറിൻ്റെ, ഒരു ബൈക്കിൻ്റെ ഷോക്കപ്സറിൻ്റെ കമ്പിയായിട്ട് എന്നെ അടിക്കാൻ വന്നു. അയാളെ തടയുന്ന സമയത്ത് മറ്റേ ആൾ എൻ്റെ കണ്ണിൽ പെപ്പർ സ്പ്രേ അടിച്ചിട്ട് 2 പേരോട് എന്നെ ആക്രമിച്ച്. അപ്പം വൈഫ് ഓടി വന്ന്, എൻ്റെ വൈഫ് ഓടി വന്ന് അത് തടഞ്ഞു മാറ്റാൻ നോക്കിയപ്പം എന്നെയും അടിച്ച് വൈഫിനും അടി കിട്ടി. സാരമായി പരിക്കേറ്റ കണ്ണൻ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പിന്നെ അവനെ കൊല്ലടാന്ന് പറഞ്ഞുകൊണ്ട് അടി തുടങ്ങി. അപ്പോൾ ഞാൻ തലയ്ക്കടി കിട്ടാതിരിക്കാൻ വേണ്ടി കുറേ കൈ കൊണ്ടൊക്കെ തടഞ്ഞ് എല്ലാം കുറേ അധികം സേവ് ചെയ്തു. എങ്കിലും ഇടയ്ക്ക് കിട്ടി. അതിൻ്റെ ഭാഗമായിട്ട് കൈ ഫുള്ളായിട്ട് അടിച്ച് നശിപ്പിച്ച്, കാല്, എൻ്റെ ഒരു വിരലിന് പൊടിയുണ്ട്. പിന്നെ മൃഗീയട്ടനെ അടിച്ച് പിന്നെ കിടന്ന് വൈഫ് കിടന്ന് നിലവിളിക്കുന്ന കണ്ടുകൊണ്ട് അടുത്തുള്ള ആൾക്കാർ ലൈറ്റിട്ടുന്നത് ഇറങ്ങി വരുന്നത് കണ്ടുകൊണ്ട് ഇവരിറങ്ങി ഓടി. പോയ വഴിക്ക് അവരുടെ കയ്യിൽ നമ്മൾ
പിടിച്ചു വാങ്ങിച്ച ഒരു കമ്പി, ഉപയോഗിച്ച കമ്പിയും പിന്നെ ഒരു വടിവാള്, അത് പിന്നെ എന്നെ അടിച്ച പെപ്പർ സ്പ്രേ, ഈ സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പോഴും കിടപ്പുണ്ട്. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഞാനിപ്പം ശാസ്താംകോട്ട ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് കിടക്കുകയാണ്. സംഭവത്തിൽ ശാസ്താംകോട്ട പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഓൺലൈൻ ലോഞ്ചിംഗ് നടത്തി. OV വിജയന്റെ നോവലിനെ ആസ്പദമാക്കി ദീപൻ ശിവരാമൻ തയ്യാറാക്കിയ ഖസാക്കിന്റെ ഇതിഹാസം നാടകത്തിന്റെ ഓൺലൈൻ പാസുകളുടെ ലോഞ്ചിംഗ് ആണ് നടത്തിയത്. ഡിസംബർ 27 മുതൽ 30 വരെ കരുനാഗപ്പള്ളിയിലാണ് നാടകം അവതരിപ്പിക്കുന്നത്. OV വിജയന്റെ നോവലിനെ അടിസ്ഥാനമാക്കി നാടക പ്രവർത്തകൻ ദീപൻ ശിവരാമൻ തയ്യാറാക്കിയ ഖസാക്കിന്റെ ഇതിഹാസം എന്ന നാടകം ഡിസംബർ 27 മുതൽ 30 വരെ കരുനാഗപ്പള്ളിയിൽ അവതരിപ്പിക്കും. നാടകത്തിന്റെ പ്രവേശന പാസുകളുടെ ഓൺലൈൻ ലോഞ്ചിംഗ് കരുനാഗപ്പള്ളിയിൽ നടത്തി. ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്റർ സംഘാടക സമിതി യോഗത്തോടനുബന്ധിച്ചാണ് ഓൺലൈൻ പാസുകളുടെ ലോഞ്ചിംഗ് നടത്തിയത്. 4 ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്ന നാടകത്തിന് 4000 പേർക്കാണ് ഇരിപ്പിടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു ദിവസം പരമാവധി 1000 പേർക്ക് എന്ന ക്രമത്തിലാണ് പ്രവേശനം നൽകുക. ഓൺലൈനായും അല്ലാതെയും പ്രവേശന പാസുകൾ ബുക്ക് ചെയ്യാം. നാടക സംഘാടനത്തിന്റെ ഭാഗമായി ബഹുസ്വരതയുടെ സാംസ്കാരികോത്സവം എന്ന പേരിൽ വിവിധ പരിപാടികളും സംഘടിപ്പിക്കും. ഗ്രാവിറ്റി പ്രസിഡന്റ് B കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. ഇതിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും വെച്ചിട്ടാണ് നമ്മൾ ഈ ബജറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഇനി വലിയ ഒരു വെള്ളം ചേർത്തുകൊണ്ട് ഇതിനകത്ത് നമുക്ക് നടത്താൻ കഴിയില്ല. കാരണം ഇതിന്റെ ചെലവ് അത്ര ഭീമമായ ചെലവാണ്. തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരത്ത് മാത്രമേ ഈ നാടകം കളിച്ചിട്ടുള്ളൂ. എല്ലാവരും പിൻവാങ്ങുന്നത്, നമ്മളെക്കാൾ ശേഷിയുള്ള ഒട്ടേറെ സംഘടനകളുണ്ട്, പിൻവാങ്ങുന്നത് ഇതിന്റെ ചെലവ് കൊടുത്തിട്ട് തന്നെയാണ് പിൻവാങ്ങുന്നത്. സെക്രട്ടറി V വിമൽ റോയ് പരിപാടികൾ വിശദീകരിച്ചു. അൻവർ അലി മാഷിനെ നമ്മൾ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഗ്രാവിറ്റിയെ പറ്റി ഞാൻ കേട്ടു എന്നാണ്. കാരണം സാഹിത്യകാരന്മാർ കുറച്ചുപേർ മാത്രമുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ സ്വൽപിയരുടെ മാഷ് വൈകാരികമായി ഒരു പോസ്റ്റ് എഴുതിയുണ്ടായി എന്നാണ് പറഞ്ഞത്. ആ പോസ്റ്റ് തുടങ്ങുന്നത് എങ്ങനെയാണ്? എന്റെ ഒരു പ്രഭാഷണം ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. വൈസ് പ്രസിഡന്റ് റസീന ഓൺലൈൻ ടിക്കറ്റ് പ്രമോഷൻ പദ്ധതി അവതരിപ്പിച്ചു. പരിപാടികളുടെ വിജയത്തിനായി വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചു. കമ്മിറ്റികളുടെ നിർദ്ദേശം A സജീവ് അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. സ്കൂളുകൾക്ക് പച്ചക്കറി തൈകൾ നൽകി. ചവറ ഉപജില്ലയിലെ എല്ലാ സ്കൂളുകളിലും അടുക്കള പച്ചക്കറിത്തോട്ടം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പച്ചക്കറി തൈകൾ നൽകിയത്. ചവറ വടക്കുംതല സെന്റ് അലോഷ്യസ് LP സ്കൂളിലെ പ്രഥമാധ്യാപകൻ തോമസ് ആണ് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തത്. ചവറ ഉപജില്ലയിലെ എല്ലാ സ്കൂളുകളിലും അടുക്കള പച്ചക്കറിത്തോട്ടം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളുകൾക്ക് പച്ചക്കറി തൈകൾ നൽകിയത്. സ്വന്തം നിലയിൽ പച്ചക്കറി തൈകളും വളവും ഉൽപ്പാദിപ്പിച്ചും വാങ്ങിയും നൽകി മാതൃകയാവുകയാണ് ചവറ വടക്കുംതല സെന്റ് അലോഷ്യസ് LP സ്കൂളിലെ പ്രഥമാധ്യാപകനായ തോമസ്. ഇതിന്റെ ഭാഗമായാണ് അദ്ദേഹം സമീപത്തെ 8 സ്കൂളുകളിലേക്ക് സ്വന്തമായി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തത്. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. തികച്ചും മാതൃകാപരമായ ഒരു പദ്ധതിയാണ് പ്രധാന അധ്യാപകന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്ന് MLA പറഞ്ഞു. കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ സബ് ജില്ലയിൽ മികച്ച പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് ഓഫീസറാണ് ശ്രീ ഗോപകുമാർ അവർ. അതിന്റെ സംസ്ഥാന തലത്തിൽ പോലും അതിന്റെ വാട്സാപ്പ് കൂട്ടായ്മകളിലൊക്കെ ഈ പലകുറി തന്നെ അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തികളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം പലകുറി ജില്ലയിലെ മികച്ച ഗവൺമെന്റ് ഓഫീസർ എന്നുള്ള രീതിയിൽ അവാർഡുകൾ ലഭിച്ചു. അദ്ദേഹം കാരണം നമ്മുടെ ചവറ മണ്ഡലത്തിലുള്ള പല സ്കൂളുകൾക്കും കഴിഞ്ഞ 2 വർഷത്തില് മികച്ച സ്കൂൾ, ഗവൺമെന്റ് സ്കീം നടത്തുന്ന സ്കൂൾ, മികച്ച പച്ചക്കറിത്തോട്ടം നടത്തുന്ന സ്കൂൾ എന്നുള്ള രീതിയിലൊക്കെ അവാർഡുകൾ ലഭിക്കാൻ കാരണമായിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു മോട്ടിവേഷൻ ശരിക്കും പറഞ്ഞാൽ നമ്മളത് വളരെയധികം പ്രോത്സാഹിപ്പിക്കേണ്ടതും അദ്ദേഹത്തിനെ മാതൃകയാക്കേണ്ടതുമാണ്. സ്കൂളുകളിൽ വന്നിട്ട് വിശദമായിട്ട് പറയുകയും എങ്ങനെയാണ് ഒരു ഗവൺമെന്റ് സ്കീം കൂടുതൽ ആകർഷകമാക്കാൻ പറ്റുന്നത്, അതിന് PTA എങ്ങനെ സഹകരണം ഉണ്ടാകണം. ഇപ്പൊ തന്നെ എല്ലാ സ്കൂളുകളിലും പച്ചക്കറി തോട്ടം വേണം, ഒരു ഡ്രൈവിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ പദ്ധതി. അപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു പങ്കാളി ലഭിച്ചു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത്. നല്ലൊരു കർഷകൻ കൂടിയായ ഒരു പ്രഥമാധ്യാപകൻ. അദ്ദേഹം വേണമെങ്കിൽ തന്റെ സ്കൂളിൽ മാത്രമായിട്ട് കേന്ദ്രീകരിച്ച് പരിപാടി ചെയ്യാമായിരുന്നു. അതല്ല, മറ്റ് സ്കൂളുകളിലും കൂടി ഈ തൈകൾ നൽകിക്കൊണ്ട് ഇത് കൂടുതൽ വിശാലാർത്ഥത്തിൽ വിജയിപ്പിക്കണം എന്നുള്ള വളരെ നന്മ നിറഞ്ഞ ഒരു പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് ഇത്രയധികം. ഫാദർ സാജു വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു. തോമസ് സ്വാഗതം പറഞ്ഞു. ചവറ ഉപജില്ലാ ന്യൂൺമീൽ ഓഫീസർ K ഗോപകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. തെരഞ്ഞെടുത്ത സ്കൂളുകളിലെ പ്രഥമ അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. ഇതിന് പിന്നാലെ ജൈവവളങ്ങളും സ്കൂളിലേക്ക് നൽകുമെന്ന് തോമസ് അറിയിച്ചു. ഈ പച്ചക്കറി തൈയും വളവും കൊടുക്കുന്നത് കൂടാതെ ആറ് വന്നുവാണെങ്കിൽ കൃഷിക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു തരാമെന്നാണ് പറയുന്നത്.
മികച്ച ഒരു ക്ഷീരകർഷകൻ കൂടിയായ സാറ് വളങ്ങളെല്ലാം വീട്ടിൽ തന്നെ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ വളം കൂടി നിങ്ങൾക്ക് തരാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ അടുക്കള പച്ചക്കറി തോട്ടത്തിൻ്റെ സമ്പൂർണ്ണ പ്രഖ്യാപനം നടത്താൻ നമ്മൾ ഒരുങ്ങുകയാണ്. 3 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു പരിപാടിയിലേക്ക് സാറ് പോന്നിട്ട് ഈ സ്കൂൾ തുറന്നതിന് ശേഷമാണ് ഇവിടെ അച്ഛമായിട്ട് വന്നതും ഞാനുമായിട്ട് പരിചയപ്പെടുന്നതും. അപ്പം ഈ പരിപാടിയിലേക്ക് ഈ സാറ് ഇത്രയും മനസ്സ് കാണിച്ച സാറിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഈ കാര്യം ഒന്ന് എംഎൽഎ അറിവിലേക്ക് വേണ്ടി പറഞ്ഞതാണ്. തന്റെ സ്കൂളിലെ കുട്ടികൾക്ക് സ്കൂളിലെ പച്ചക്കറി തോട്ടത്തിൽ നിന്നും വിളവെടുക്കുന്ന പച്ചക്കറികളാണ് ഉച്ചഭക്ഷണത്തോടൊപ്പം നൽകി വരുന്നത്. മികച്ച ക്ഷീരകർഷകൻ കൂടിയായ തോമസിന്റെ വീട്ടിൽ ശാസ്ത്രീയമായ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവവളങ്ങളാണ് പച്ചക്കറി കൃഷിക്കായി നൽകുന്നത്. ഇക്കഴിഞ്ഞ അധ്യാപക ദിനത്തിൽ കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ അദ്ദേഹത്തെ മികച്ച കർഷകനായി തെരഞ്ഞെടുത്ത് ആദരിച്ചിരുന്നു. ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി എല്ലാ സ്കൂളുകളിലും ജൈവ പച്ചക്കറിത്തോട്ടങ്ങൾ പൂർത്തിയായതിന്റെ സമ്പൂർണ്ണ പ്രഖ്യാപനം നടത്താൻ ഒരുങ്ങുകയാണ് ചവറ ഉപജില്ല. ഒരു പ്രദേശമൊന്നാകെ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന തന്റെ സ്വപ്നം ഇതിലൂടെ യാഥാർത്ഥ്യമാവുകയാണെന്ന് തോമസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചവറ. നേച്ചർ പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. ശാസ്താംകോട്ടയിൽ തണ്ണീർത്തട അതോറിറ്റിയുടെ ധനസഹായത്തോടെയാണ് പാർക്ക് നിർമ്മിക്കുന്നത്. ആദരവും ഇതോടനുബന്ധിച്ച് നടത്തി. ശാസ്താംകോട്ട ശുദ്ധജല തടാകത്തിന്റെ തീരത്ത് സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ധനസഹായത്തോടെയാണ് നേച്ചർ പാർക്ക് നിർമ്മിക്കുന്നത്. ശാസ്താംകോട്ട മണ്ണ് സംരക്ഷണ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസ്, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സംവിധാനത്തിന്റെ സഹായത്തോടെയാണ് നിർമ്മാണം. കോവൂർ കുഞ്ഞുമോൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ, ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R സുന്ദരേശൻ, ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ഗീത, വെസ്റ്റ് കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ C ഉണ്ണികൃഷ്ണൻ, മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ, ക്യാച്ച്മെന്റ് കോൺസർവേഷൻ കമ്മിറ്റി അംഗങ്ങൾ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, ദേവസ്വം ബോർഡ് കോളേജ് അധ്യാപക വിദ്യാർത്ഥി സമൂഹം എന്നിവർ പങ്കെടുത്തു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥർ, ശാസ്താംകോട്ട കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പരിസ്ഥിതി ശോഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന 10 ഏക്കറോളം തീരഭൂമിയിലാണ് നേച്ചർ പാർക്ക് സ്ഥാപിക്കുന്നത്. ഭാവിയിലെ പ്രകൃതി സൗഹൃദ വിനോദസഞ്ചാരത്തിന് മുതൽക്കൂട്ടാകുമെന്ന ലക്ഷ്യത്തോടെയാണ് പാർക്ക് സ്ഥാപിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ശാസ്താംകോണം വഞ്ചിപ്പെട്ടി ഹൈക്കോർട്ട് റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണമാണ് പുരോഗമിക്കുന്നത്. 80 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. പുനലൂർ ശാസ്താംകോണം വാർഡിൽ പതിറ്റാണ്ടുകളായുള്ള ജനങ്ങളുടെ ആവശ്യമായിരുന്നു റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണം. ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന നിലയിലായിരുന്നു റോഡ്. ഞങ്ങൾ ഇത് ഒരുപാട് കാലം കൊണ്ട് ഇത് ശ്രമിക്കുമായിരുന്നു. ഇന്ന് കെട്ടിക്കിട്ടാനെ കൊണ്ട് ഞങ്ങൾ RDOയ്ക്കും മുനിസിപ്പാലിറ്റി RDO ഓഫീസിൽ മുഖ്യമന്ത്രിക്ക് ഭൂപാൽ സാറിന് എല്ലാം കൊടുത്തു. പിന്നെ ശ്രീജയുടെ നിരന്തരമായ ഒരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്കിതിപ്പോൾ കെട്ടിക്കിട്ടിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ശ്രീജയോട് വളരെ നന്ദിയുണ്ട്. ഞങ്ങൾക്കുള്ള മരണഭീഷണിയിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കി തന്നില്ല. ഞങ്ങൾ വീട് വിറ്റിട്ട് പോകണമെന്നുള്ള മഴ പെയ്താൽ ഞങ്ങൾക്ക് ഇതിനകത്ത് കിടക്കാനെ കൊണ്ട് പേടിയായിട്ട് ഞങ്ങൾ എത്ര ദിവസം അപ്പുറത്തെ വീട്ടിലോട്ട് ഞങ്ങൾ അവിടെ പോയി ഇരുന്നിട്ടുണ്ട്. ഞാൻ പേടിച്ച് ചേട്ടനോട് പറയും അവിടെ പോയി പേടിച്ച് ഇരിക്കണ്ടെന്ന് പറയും. അങ്ങനെ വളരെ ഉപകാരം. വാർഡ് കൗൺസിലർ MLAക്ക് നൽകിയ നിവേദനത്തെ തുടർന്ന് അനുവദിച്ച 80 ലക്ഷം രൂപയുടെ നിർമ്മാണമാണ് നടന്നുവരുന്നത്. 8 മീറ്റർ വീതിയിലും 60 മീറ്റർ നീളത്തിലുമാണ് സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം. PWDക്കാണ് നിർമ്മാണ ചുമതല. പണി പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് വിപുലമായ ഉദ്ഘാടനത്തിന് തയ്യാറെടുക്കുകയാണെന്ന് വാർഡ് കൗൺസിലർ ശ്രീജ പ്രസാദ് പറഞ്ഞു. വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾക്ക് ഇവിടെ ഒരു 80 ലക്ഷം രൂപയുടെ ഒരു MLAയുടെ ഫണ്ടായിരുന്നു അനുവദിച്ചിരിക്കുന്നത്. നമ്മൾ കയറിയ സമയത്ത് കൊടുത്തൊരു വാഗ്ദാനമായിരുന്നു ഇവിടെ ഈ ഒരു ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാം എന്നുള്ളത്. 80 ലക്ഷം രൂപയുടെ വർക്കാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഏകദേശം ഇത് 8 മീറ്റർ താഴ്ചയും 60 മീറ്റർ നീളത്തിലുമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രത്യേക MLAയോട് നന്ദി പറയുന്നുണ്ട്. ഇവിടുത്തെ ആളുകളെല്ലാം വളരെയധികം ഭീതിയോടെയായിരുന്നു കഴിഞ്ഞിരുന്നത്. എപ്പോൾ വേണമെങ്കിലും ഇത് ഇടിഞ്ഞ് വീഴാവുന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരമായിട്ട് നമുക്കിത് ഈ വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞു. ഇതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് MLA കണ്ട് നമ്മൾ നിവേദനം കൊടുക്കുകയും അത് കൃത്യമായിട്ട് അത് ഇടപെട്ടുകൊണ്ട് ഫണ്ട് അനുവദിക്കുകയും ചെയ്ത MLAക്ക് ഒരു 100 വട്ടം നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കായംകുളം നഗരസഭയിൽ വികസന ശില്പശാല സംഘടിപ്പിച്ചു.
നഗരത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച് വിഷൻ 2050 കായംകുളം എന്ന പേരിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. നഗരത്തിന്റെ നാനാ മേഖലകളിൽ എന്തെല്ലാം വികസനങ്ങളാണ് ലക്ഷ്യം വെക്കുന്നത് എന്നും ശില്പശാലയിൽ ഉയർന്നുവരുന്ന നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് ഒരു രേഖയായി ഭാവി വികസനത്തിനു ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. നഗരത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചാണ് ശില്പശാല നടത്തിയത്. ഒക്ടോബർ 18-ന് നഗരസഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വികസന സദസ്സിൽ കാർഷിക പശ്ചാത്തല, വിദ്യാഭ്യാസ, കായിക, സാംസ്കാരിക, കലാകായിക, ടൂറിസം, ശുചിത്വം, ജനക്ഷേമ മേഖലകളിൽ നടപ്പാക്കേണ്ട വികസന നിർദ്ദേശങ്ങളും അവതരിപ്പിക്കും. ശില്പശാല അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഉദ്ഘാടനം ചെയ്തു. ഞാൻ പലപ്പോഴും ആലപ്പുഴയിലെ ടൂറിസം ഡിപ്പാർട്ട്മെന്റുമായിട്ട് കലഹിക്കുന്ന ആളാണ്. ടൂറിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമുദ്ര ടൂറിസം മാത്രമല്ല, ആലപ്പുഴയിലെ കനാലുകൾ മാത്രമല്ല, നിങ്ങൾക്ക് അറിയാം. ഒരിക്കലും അതൊരു വിവാദമാവുകയും ചെയ്തതാണ്. കായംകുളത്തെ കനാലുകളും ടൂറിസത്തിൻ്റെ ഭാഗമാണെന്ന് ഞാൻ പറയുകയും അത് അനാവശ്യമായ വിവാദം ഉണ്ടാവുകയും ചെയ്തതാണ്. വിവാദത്തിനൊന്നും പറഞ്ഞതല്ല. കായംകുളം അടക്കം ഏറ്റവും പ്രധാനമായ പട്ടണങ്ങളിലെ ജലഗതാഗത മാർഗങ്ങളെയും അതുപോലെ ആ ജലത്തിലൂടെയുള്ള നമ്മുടെ വ്യാപാരങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരൊക്കെ ചെന്ന് നോക്കുമ്പോൾ അതിശയം തോന്നും. എന്ത് സാധ്യതയാണ്! അതിനേക്കാൾ വലിയ ലേക്കാണ് അല്ലേ, നല്ല തടാകം ഡാൽ ലേക്ക് അവിടെ ഉണ്ട്. പക്ഷെ നമ്മുടെ കായംകുളമൊക്കെ എത്ര നദികളാൽ, എത്ര തടാകങ്ങളാൽ, കായലുകളാൽ സമ്പന്നമാണ്. അപ്പോൾ അതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും കാണുന്നത്. പക്ഷേ 2050 ആകുമ്പോൾ ഇതെല്ലാം ഉപയോഗിക്കും. ഇതൊക്കെ ഉപയോഗിച്ചേ പറ്റുള്ളൂ. എല്ലാം നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. നഗരത്തിന്റെ ഭാവി വികസനം ലക്ഷ്യം വെച്ച് നടത്തിയ ശില്പശാലയിൽ വികസന തൽപരരായ വ്യക്തികളും സംഘടനകളും വിവിധ ഡിപ്പാർട്ട്മെന്റുകളും പങ്കെടുത്തു. വികസന നിർദ്ദേശങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കുകയും ചെയ്തു. ഈ ഒരു മുനിസിപ്പാലിറ്റിയുടെ പൂർണ്ണമായ വികസനത്തിന് പൂർണ്ണമായ രീതിയിൽ ഉപയോഗിക്കണമെന്നാണ് അഭ്യർത്ഥന. അത് വളരെ അതിവേഗം നമുക്ക് ഈ ഒരു സ്വപ്നം സാക്ഷാൽ 2050 വരെയൊന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല. അതിനു മുമ്പ് തന്നെ നമുക്ക് വേസ്റ്റ് ക്വാളിറ്റി മോണിറ്ററിംഗ്, അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടിംഗ് സർവീസസ്, എനർജി കൺസൾട്ടേഷൻ സർവീസസ്, ടൂറിസം മേഖലയിൽ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഹെറിറ്റേജ് ഡോക്യുമെന്റേഷൻ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും. നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷത വഹിച്ചു. ഈ സദസ്സിൽ കായംകുളം പട്ടണത്തിൽ ഇതുവരെ നടന്ന വിവിധ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കും. ഇതിന്റെ ഭാഗമായിട്ടാണ് കായംകുളം പട്ടണത്തിന്റെ സമഗ്ര വികസനത്തിന് കഴിയുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലൊരു ശില്പശാല നടത്തുവാൻ തീരുമാനിച്ചത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാദേവി സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എസ് കേശുനാഥ്, ഫർസാന ഹബീബ്, PS സുൽഫിക്കർ, ഷാമില അനിമോൻ, നഗരസഭാ കൗൺസിലർമാർ, മുനിസിപ്പൽ സെക്രട്ടറി സനൽ ശിവൻ, രാഷ്ട്രീയ നേതാക്കൾ, വ്യാപാരി വ്യവസായികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. കൊല്ലം ജില്ലാ ആഭരണ നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ സമ്മേളനം 26-ന് കരുനാഗപ്പള്ളിയിൽ നടക്കും. സമ്മേളനത്തിന്റെ വിജയത്തിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. ജയപ്രകാശ് കൺവീനറായാണ് സ്വാഗത സംഘം രൂപീകരിച്ചത്. കൊല്ലം ജില്ലാ ആഭരണ നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ സമ്മേളനം 26-ന് കരുനാഗപ്പള്ളി ടൗൺ ക്ലബിലെ വി ദിവാകരൻ നഗറിൽ നടക്കും. സമ്മേളനത്തിന്റെ വിജയത്തിനായുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം നടത്തി. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി PR വസന്തൻ ഉദ്ഘാടനം ചെയ്തു. ആവശ്യമായത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പണിഞ്ഞ് സാധനം ഉണ്ടാക്കി വിൽക്കുന്ന കുറവല്ലേ, റെഡിമെയ്ഡ് വാങ്ങിക്കും. നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ പ്രദേശത്തും സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അവർ ഉണ്ടാക്കുന്ന 90% സാധനങ്ങൾ മെക്കനൈസ്ഡാണ്. അതുപോലെ തന്നെ സ്വാഭാവികമായി 1-2 സ്വർണ്ണപ്പണിക്കാരൊരു സാമാന്യ കച്ചവടം നടക്കുന്ന ഒരു സ്റ്റോറിൽ വേണം. അവിടെ സ്ത്രീകൾ പഴയത് കൊണ്ടുവരുമ്പോൾ അതൊക്കെ ഒന്ന് ഒരുക്കി അതിൻ്റെ മാറ്റങ്ങൾ നോക്കി കൊടുക്കാൻ, അവർ കൊണ്ടുവരുന്ന ഇവിടെ തന്നെ വാങ്ങിച്ചതോ അല്ലാത്തോ ആയ സാധനം കൊണ്ടുവരുമ്പോൾ വിളക്കി പിടിച്ചോ കൊടുക്കാൻ, അതല്ലെങ്കിൽ ഒന്ന് കളർ ചെയ്ത് കൊടുക്കാൻ, ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു പണികൾക്ക് 1-2 ആളുകൾ ഒരു ഷോറൂമിൽ വേണം എന്നുള്ളതിനപ്പുറം മുമ്പെല്ലാം ഏത് കടകളിലായാലും ഇങ്ങനെയാണ്. പക്ഷെ മെക്കനൈസേഷൻ പാടില്ല നമുക്ക് പറയാൻ പറ്റും. എല്ലാ രംഗത്തും യന്ത്രവൽക്കരണം നടക്കുകയാണ്. സാങ്കേതിക വിദ്യ വളർന്നിട്ടുണ്ട്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PG വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി അനിൽകുമാർ, CITU ഏരിയ സെക്രട്ടറി A അനിരുദ്ധൻ, കർഷക സംഘം ഏരിയ സെക്രട്ടറി B സജീവൻ, BA ബ്രിജിത്ത്, ജഗദീഷ്, ഓമനക്കുട്ടൻ, സുമേഷ് കുമാർ, സുധീന്ദ്രനാഥ്, ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. ചെയർമാനായി T മനോഹരനെയും കൺവീനറായി ജയപ്രകാശിനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. നെടുവത്തൂരിലെ കിണറിടഞ്ഞുണ്ടായ അപകടം. മരിച്ച അർച്ചനയുടെ മക്കളുടെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കും. ജില്ലാ ശിശുക്ഷേമ സമിതിയെ ചുമതലപ്പെടുത്തി.
മത്സ്യം വില കുറച്ച് വിൽക്കുന്നതിലെ പക യുവാവിനെ വീട് കയറി ആക്രമിച്ചു. ശാസ്താംകോട്ട ഭരണിക്കാവിൽ മത്സ്യവിൽപ്പന നടത്തുന്ന കണ്ണനാണ് മർദ്ദനമേറ്റത്. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. കേരളോത്സവത്തിനിടെ സംഘർഷം, വിദ്യാർത്ഥികളെ മർദ്ദിച്ചതായി പരാതി. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിലാണ് സംഘർഷമുണ്ടായത്. സ്വർണ്ണവിലയിൽ ഒരു ദിവസം 3 തവണത്തെ മാറ്റം. ചൊവ്വാഴ്ച രാവിലെ പവന് വർദ്ധിച്ചത് 2400 രൂപ. മണിക്കൂറുകൾക്കുള്ളിൽ 1200 രൂപയുടെ കുറവ്. വീണ്ടും 960 രൂപ കൂടി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.